ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിഖിത വിജയൻ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺമാരുടെ 2 ദിവസത്തെ ദേശീയ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു അല്പസമയത്തിനകം ഹൈദരാബാദിൽ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തുടനീളമുള്ള സംസ്ഥാന PSC ചെയർപേഴ്സൺമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 2ാമത് ആഗോള ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ ആയുഷ് മേഖലയ്ക്കുള്ള ഡിജിറ്റൽ പോർട്ടലായ മൈ ആയുഷ് ഇന്റഗ്രേറ്റഡ് സർവീസസ് പോർട്ടൽ ഉൾപ്പെടെ നിരവധി സുപ്രധാന സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ആരംഭിച്ചു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ 2025 പാർലമെന്റ് ഇന്നലെ പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബില്ലിന് ഇന്നലെ രാജ്യസഭയും അംഗീകാരം നൽകുകയായിരുന്നു. ഗ്രാമങ്ങളുടെ വികസനമില്ലാതെ രാഷ്ട്ര വികസനം സാധ്യമല്ലെന്ന് രാജ്യസഭയിൽ ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. അതേസമയം ബില്ലിനെ നിസ്സാരമായി കാണരുതെന്നും ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും കോൺഗ്രസ് MP മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രത്തിലെ നിർണായക അധ്യായത്തെയാണ് ഗോവ വിമോചന ദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ ത്യാഗങ്ങൾ ഇന്നും പ്രചോദനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗോവയുടെ സമഗ്ര പുരോഗതിക്കായി രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ നിന്നും ഗോവ വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങളെ ലോക് ഭവൻ ആദരിക്കുന്നു. ഗോവ വിമോചന ദിനമായ ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര പോരാട്ട ചരിത്രത്തിലെ നിർണായക അധ്യായമായിരുന്നു ഗോവ വിമോചന പ്രസ്ഥാനം. 1961 പോർച്ചുഗീസ് കൊളോണിയൽ ആധിപത്യം അവസാനിപ്പിച്ചതോടെയാണ് സമരം വിജയം കണ്ടത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയായി. എന്യൂമറേഷൻ ഫോമുകളുടെ ശേഖരണം ഇന്നലെ അവസാനിച്ചു. ഈ മാസം 23-ന് പുറത്തിറക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുണ്ടോയെന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അഭ്യർത്ഥിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കും. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിൽ നടക്കും. കേന്ദ്ര വഖഫ് ഭേദഗതി നിയമപ്രകാരം സംസ്ഥാനത്തെ വഖഫ് സ്വത്തുക്കൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി 5 മാസത്തേക്ക് കൂടി നീട്ടിയതായി മന്ത്രി വി അബ്ദുറഹ്മാൻ. രജിസ്ട്രേഷനുള്ള സമയപരിധി ഈ മാസം 6-ന് അവസാനിച്ചതിനെ തുടർന്ന് പലർക്കും നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാന വഖഫ് വകുപ്പും വഖഫ് ബോർഡും വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ച് സമയം നീട്ടിവാങ്ങുകയായിരുന്നു. പാലക്കാട് അട്ടപ്പള്ളത്ത് ഇതര സംസ്ഥാന തൊഴിലാളി മർദ്ദനത്തെ തുടർന്ന് മരിച്ച സംഭവത്തിൽ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശി രാമനാരായൺ ഭയ്യാറാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കാനാകൂവെന്ന് പോലീസ് പറഞ്ഞു. മോഷണക്കുറ്റം ആരോപിച്ചാണ് രാമനാരായണനെ നാട്ടുകാർ മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ബംഗ്ലാദേശ് വിദ്യാർത്ഥി നേതാവ് ഉസ്മാൻ ഹാദി വെടിയേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ വ്യാപക അക്രമം. കഴിഞ്ഞയാഴ്ച ധാക്കയിൽ വെച്ച് അജ്ഞാതരുടെ അക്രമത്തിൽ പരിക്കേറ്റ ഹാദി സിംഗപ്പൂരിൽ ചികിത്സയിലായിരുന്നു. ഇന്ത്യയുടെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണറുടെ വസതിയും പ്രതിഷേധക്കാർ ആക്രമിച്ചു. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല വീഴും. വൈകിട്ട് 6-ന് നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സിനിമാ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ സംവിധായകൻ സയ്യിദ് മിർസയെയും മേളയുടെ ജൂറി ചെയർപേഴ്സൺ മുഹമ്മദ് റസൂലാനിനെയും ചടങ്ങിൽ ആദരിക്കും. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് അബ്ദുറഹ്മാൻ സിസോയ്ക്ക് മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിക്കും. സമാപന ചടങ്ങിന് ശേഷം സുവർണ ചകോരം നേടിയ സിനിമ നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.